x square minus 10x plus 24 is equal to 0 and 5y square minus 16y plus 12 is equal to 0. First question നമുക്ക് സോൾവ് ചെയ്യാം. 10x plus 24 is equal to 0. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? 24നെ ഫാക്ടറൈസ് ചെയ്യും രണ്ട് നമ്പേഴ്സ് ആയിട്ട്. ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടണം. അങ്ങനെ രണ്ട് നമ്പേഴ്സ് ഏതാ? 6 4. 6 4 ഗുണിക്കുമ്പോൾ 24 കിട്ടും. 6 4 കൂട്ടിയാൽ 10 കിട്ടും. ഇനി സൈൻ കൊടുക്കാം. ഫസ്റ്റ് വലിയ നമ്പറിന്റെ സൈൻ ഈ മൈനസ് സൈനിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അടുത്ത നമ്പറിന്റെ സൈൻ ഈ രണ്ട് പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് കിട്ടും. അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. y സ്ക്വയർ 5y സ്ക്വയർ മൈനസ് 16y പ്ലസ് 12 ഇസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ 12നെ അല്ല ഫാക്ടറൈസ് ചെയ്യുന്നത്. 12 into 5 60 ആയിരിക്കും ഫാക്ടറൈസ് ചെയ്യുന്നത്. 60യെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ രണ്ട് നമ്പേഴ്സ് ആ രണ്ട് നമ്പേഴ്സ് കൂടെ ആഡ് ചെയ്യുമ്പോൾ 16 വരണം. അപ്പൊ 10ഉം 6ഉം ആയിരിക്കും. 10ഉം 6ഉം കൂടെ ഗുണിക്കുമ്പോൾ 60 കിട്ടും, കൂട്ടുമ്പോൾ 16 വരും. സോ സൈൻ മുമ്പത്തെ പോലെ തന്നെ പ്ലസും വരുന്നു. ഇനി കമ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതിന്റെ കറക്റ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ ബൈ 5 ആണ്. അതായത് ഈ കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പക്ഷെ നമുക്ക് കമ്പയർ ചെയ്താൽ മാത്രം മതിയല്ലോ. അപ്പൊ നമുക്ക് ആ 5നെ ഇങ്ങോട്ട് ഗുണിക്കാം. അപ്പൊ 30ഉം 20ഉം കിട്ടും. അപ്പൊ 30ഉം 20ഉം ഇവിടെ 10ഉം 6ഉം. അപ്പൊ 30 20 എപ്പോഴും 10നേക്കാളും 6നേക്കാളും വലുതായിരിക്കും. സോ എക്സ് എപ്പോഴും എക്സ് വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ ഇതായിരിക്കാം.